ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ ഞാൻ ഇന്നും ഓൾമോസ്റ്റ് ഒരു 10-60ഓളം ജോബ് വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് പല കമ്പനീസിൻ്റെ ദുബായിൽ ജോബ് നോക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ, ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു വേക്കൻസീസ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കാരണം ദുബായിൽ നിന്ന് അപ്ലൈ ചെയ്യാം, വിസിറ്റിംഗ് പോയവർക്ക്, അല്ലെങ്കിൽ ദുബായിൽ ജോബ് മാറി കയറാൻ നോക്കുന്നവർക്ക് പറ്റും. അതുകൂടാണ്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്കെല്ലാം ഉപയോഗപ്പെടുന്ന വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് എഞ്ചിനീയറിംഗ് കമ്പനീസ്, പിന്നെ കൺസ്ട്രക്ഷൻസ്, അതുകൂടാണ്ട് പിന്നെ നമ്മുടെ സ്കൂളുകൾ, സ്കൂൾ കോളേജസ്, പിന്നെ വരുന്നത് ടീച്ചേഴ്സിൻ്റെ കുറേ വേക്കൻസീസ്, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ്, അതിലേക്കൊക്കെയുള്ള കുറേ വേക്കൻസീസും രീതികളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 50-60-70ഓളം വേക്കൻസീസാണ് ഞാൻ വന്നത്. ഞാൻ ഡീറ്റെയിലേക്ക് പോവാം. ബിമാക്സ് എഞ്ചിനീയറിംഗ് സ്പെഷ്യാലിസ്റ്റിലെ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് എന്നോട് കുറേ പേര് ചോദിച്ച വേക്കൻസീസാണ് ഞാൻ പറയുന്നത്. അതായത് CAD കാർഡ് ഡ്രാഫ്റ്റ് മാൻ, CIM ഇൻറ്റീരിയർ ഡിസൈനർ, BIM ഇൻറ്റീരിയർ ഡിസൈനർ, BIM സ്ട്രക്ചറൽ മോഡുലാർ, BIM ആർക്കിടെക്ചർ മോഡുലാർ, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4ഓളം വേക്കൻസിയിലേക്ക് 10-15ഓളം ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. അപ്പം ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ അവസരമാണ്. എക്സ്പീരിയൻസ് അവർ ആകെ പറയുന്നില്ല, ആകെ പറയുന്നുള്ളത് സ്ട്രക്ചറൽ BIM സ്ട്രക്ചറൽ മോഡുലറിന് മാത്രമേ ഒരു 2 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു വേക്കൻസിയാണ് ഈ ബിമാക്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വന്നേക്കണേ. അപ്പം മെയിൽ അയക്കേണ്ടത് അല്ലെങ്കിൽ CV ഫോർവേഡ് ചെയ്യേണ്ടത് job@bimaxengineering.com എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ മെയിലിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന വീഡിയോസിലൊന്നും ഒരു രീതിയിലും ഉള്ള കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ ഇടനിലക്കാരോ ഒന്നും ഉണ്ടാവണമല്ല. ഡയറക്റ്റ് കമ്പനി ടു വേക്കൻസീസ് ആണ് ഞാൻ അയക്കുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ വരുന്നതാണ് നോർത്ത് ഗ്രേഡ് ബ്രിട്ടീഷ് പ്രൈവറ്റ് സ്കൂളിലേക്ക്, അതായത് നോർത്ത് ഗ്രേഡ് ബ്രിട്ടീഷ് പ്രൈവറ്റ് സ്കൂളിലേക്ക് ഒരു 10-15-20ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് പ്രൈമറി കോർ സബ്ജക്റ്റിലേക്കുള്ള പ്രൈമറി ടീച്ചേഴ്സിൻ്റെ വേക്കൻസി, കോർ സബ്ജക്റ്റിലേക്കുള്ള വേക്കൻസീസ്, ഹ്യൂമാനിറ്റീസ് ബിസിനസ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസീസ്. ഞാൻ ഡീറ്റെയിലേക്ക് പോവാം. പ്രൈമറി ടീച്ചറിലേക്കുള്ള വേക്കൻസി, പിന്നെ ഫൗണ്ടേഷൻ സ്റ്റേജ് FS ടീച്ചറിൻ്റെ വേക്കൻസി, പിന്നെ മാത്സ് ടീച്ചർ, അതായത് കോർ സബ്ജക്റ്റ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസീസ് പറയുകയാണെങ്കിൽ മാത്സ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, സയൻസ് ടീച്ചർ, പിന്നെ ഹ്യൂമാനിറ്റീസ് ടീച്ചർ, അങ്ങനെ കുറേ വേക്കൻസീസ് കോർ സബ്ജക്റ്റിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ കുറേ വേക്കൻസി വരുന്നുണ്ട്. 13-12ഓളം വേക്കൻസീസ് വരുന്നുണ്ട് അവരുടെ പല സ്കൂളിലേക്ക്. പിന്നെ വരുന്നതാണ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ബിസിനസ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വരുന്നത്. ബിസിനസ് സ്റ്റഡീസിലേക്കുള്ള ടീച്ചേഴ്സിൻ്റെ വേക്കൻസി, എക്കണോമിക് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി, ഹിസ്റ്ററി ടീച്ചറിൻ്റെ വേക്കൻസി, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 10ഓളം വേക്കൻസിയിലേക്ക് 10-15-20ഓളം ഓപ്പണിങ്സിലേക്ക് 10-15ഓളം വേക്കൻസീസ് വരുന്നുണ്ട് ഈ പറയുന്ന നോർത്ത് ഗ്രേറ്റ് ബ്രിട്ടീഷ് പ്രൈവറ്റ് സ്കൂളിലേക്ക്. അപ്പോൾ CV അയക്കേണ്ടത് HR@northgatebritishschool.com അല്ലെങ്കിൽ career@northgatebritishschool.com എന്ന് പറയുന്ന 2 മെയിൽ IDs ഉണ്ട്. 2 മെയിൽ IDസിലേക്കും ബയോഡാറ്റ അയക്കാനാണ്. അപ്പോൾ ബയോഡാറ്റ അയക്കുമ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലുള്ള കാര്യം ശ്രദ്ധിക്കുക. CV ബയോഡാറ്റയിൽ അയച്ചിട്ട് CVയിൽ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ട് മെയിലിൻ്റെ സബ്ജക്റ്റിൽ എപ്പോഴും അപ്ലൈ ചെയ്യുക, മെൻഷൻ ചെയ്യുക CV ടു ദ പൊസിഷൻ ഓഫ് പ്രൈമറി സ്കൂളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രൈമറി ടീച്ചർ, അല്ലെങ്കിൽ മാത്സിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് CV ടു ദ പൊസിഷൻ ഓഫ് മാത്സ് ടീച്ചർ എന്ന് തന്നെ സെപ്പറേറ്റ് മെൻഷൻ ചെയ്ത് അയക്കുക. ഈവൻ ഇപ്പോൾ അക്കൗണ്ട്സിലേക്ക് അയക്കാനുള്ള CV ടു ദ പൊസിഷൻ ഓഫ് അക്കൗണ്ട്സ് ടീച്ചർ, അല്ലെങ്കിൽ അക്കൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്ത് അയക്കുക. അപ്പോൾ മെയിൽ അയക്കേണ്ട 2 മെയിൽസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് അൽഖാനിയം ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വേക്കൻസി ഒരു 15-10ഓളം ഓപ്പണിങ്സ് ഉണ്ട്. അതിൽ തന്നെ 4-5ഓളം മറ്റു ഓപ്പണിങ്സ് അതിലേക്ക് തന്നെ സബ് ഓപ്പണിങ്സ് ആയിട്ട് വരുന്നുണ്ട്. അതായത് പ്രൊജക്ട് മാനേജേഴ്സിൻ്റെ 3-4 വേക്കൻസി വരുന്നുണ്ട്. HSE മാനേജർ, QS മാനേജർ, സീനിയർ QS എഞ്ചിനീയർ, ലീഡ് എസ്റ്റിമേറ്റ് എഞ്ചിനീയേഴ്സ്, ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസീസ് ഉണ്ട് ഇതിൽ. പിന്നെ NOC എഞ്ചിനീയർ, സീനിയർ പ്ലാൻ എഞ്ചിനീയർ, കോസ്റ്റ് കൺട്രോൾ എഞ്ചിനീയർ, അങ്ങനത്തെ ഓൾമോസ്റ്റ് 8ഓളം ഓപ്പണിങ്സിലേക്ക് 15ഓളം ജോബ് വേക്കൻസീസ് വരുന്നുണ്ട്. ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ അവസരമാണ്. അപ്പം മെയിൽ അയക്കേണ്ടത് careers.UAE@FALGHANIM.com എന്ന് പറയുന്നവരുടെ മെയിലേക്ക് മെയിൽ അയക്കാം. അപ്പം എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഇവർ സ്പെഷ്യൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് മെൻഷൻ ദി പൊസിഷൻ യു ആർ അപ്ലൈയിങ് ആസ് എ ഫോളോയിങ് ഇൻ ദ സബ്ജക്റ്റ് ലൈൻ ഓഫ് ദി ഇമെയിൽ. അതായത് ഇമെയിലിൽ നിങ്ങൾ സ്പെഷ്യലി മെൻഷൻ ചെയ്യുക CV ടു ദ പൊസിഷൻ ഓഫ് QA/QC എഞ്ചിനീയർ, അല്ലെങ്കിൽ QS മാനേജർ, സീനിയർ QS എഞ്ചിനീയർ, അങ്ങനെയൊക്കെ സ്പെഷ്യലി മെൻഷൻ ചെയ്ത് നിങ്ങൾ CV എപ്പോഴും അറ്റാച്ച് ചെയ്ത് അപ്ലൈ ചെയ്യുക. പിന്നെ വരുന്നതാണ് ഞാൻ പറഞ്ഞ ഫാർമസി
ഗാലിയൻ ഫാർമസിയിലേക്ക് ഒരു 3-4 ഫാർമസിസ്റ്റിൻ്റെയും അതല്ല ഫാർമസി കോർഡിനേറ്ററിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഷാർജയിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ദുബായിലൊക്കെ വരുന്നുണ്ട്. അപ്പം മാക്സിമം മെയിൽ അയക്കുക. അപ്പം മെയിൽ അയക്കേണ്ടത് ഞാൻ പിന്നെ പ്രത്യേകം പറയാം, ഈ ഫാർമസിസ്റ്റ് DHA ലൈസൻസ് ഒക്കെ ഉള്ള ഫാർമസിസ്റ്റ് ആണെങ്കിൽ കൺസൾട്ടൻസീസ് ഒക്കെ തപ്പിപ്പോകുന്നവരുണ്ട് ജോബ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് DHA ലൈസൻസ് നിങ്ങളുടെ കയ്യിലുള്ളവരാണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി നിങ്ങൾ തീർന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെയിൽ അയക്കുവാണെങ്കിൽ ദുബായ് ഹോസ്പിറ്റൽസിലേക്ക് മെയിൽ അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരിടത്തൊന്നും നിങ്ങൾക്ക് കോൾ വരാണ്ടോ മെസ്സേജ് അയക്കാണ്ടോ ഇരിക്കില്ല. നിങ്ങൾക്ക് എന്താണെങ്കിലും കൺസിഡർ ചെയ്യും. കാരണം DHA ലൈസൻസ് ഉള്ള ആൾക്കാർ കുറേ പേര് കൺസൾട്ടി ത്രൂ പോകുന്നുണ്ട്. അവർക്ക് എപ്പോഴും ഡയറക്റ്റ്ലി എടുക്കാനാണ്, കൺസൾട്ടൻസി വഴി അല്ലാണ്ട് ഡയറക്റ്റ് എടുക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പം ഈ പറയുന്ന ഗാലിയൻ ഫാർമസ്യൂട്ടിക്കൽസിലേക്ക് ഒരു DHA ലൈസൻസ് ഹോൾഡർ ആയ ഒരു ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി വരുന്നുണ്ട്. പിന്നെ ഫാർമസി കോർഡിനേറ്ററിൻ്റെ വേക്കൻസി, അതിൽ DHA ലൈസൻസിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പോൾ മെയിൽ അയക്കേണ്ടത് മെയിലിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് careers@galianmedicals.com എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റു വേക്കൻസീസും പുതിയ കമ്പനീസിൻ്റെ പുതിയ വേക്കൻസീസും ഡീറ്റെയിലും ഒക്കെ ആയിട്ട് വരുന്നോടം വരെ ബൈ സൈനിങ് ഓഫ് ഈഗിൾ എസ് ജോബ്സ്. മാക്സിമം ഷെയർ ചെയ്യുക. ദുബായിൽ ജോബ് നോക്കി നടക്കുന്ന കുറേ പേരുണ്ട്, എല്ലാവരിലേക്ക് എത്തിക്കുക. നമ്മളൊരു ഹെൽപ്പ് എന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഞാനും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ദുബായിൽ പോയി ജോബ് ലഭിക്കുന്നതിന് വേണ്ടിയെല്ലാം. അപ്പോൾ ബൈ സൈനിങ് ഓഫ് ഈഗിൾ എസ് ജോബ്സ്.